നമ്മുടെ തിരുവാതിരക്കളി തുടങ്ങാൻ പോവാണ്. ഞാനൊരു പാത്രം എടുത്തുകൊണ്ടിരുന്ന യാമി യാമി എന്നുള്ളതാണ്. അത് ഇന്നത്തെ ക്ലാസ്സിൽ അത് തീർന്നു. പിന്നെ അടുത്ത ക്ലാസ്സിൽ പുതിയതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാട്ട് ഞാൻ ഇട്ട് തരാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തോട്ട് ഈ പാട്ട്, ഇന്നെടുത്ത പാട്ട് ഞാൻ ഈ യാമി യാമി എന്നൊരു പാട്ട് ഇട്ട് തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതെടുക്കാം, ലിറിക്സ്. പിന്നെ എല്ലാവരും കണ്ടു നോക്കും, നമുക്കിതൊക്കെ പ്രയോജനപ്പെടും. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. നമുക്കിന്ന് വീണ്ടും ഒരു സ്റ്റെപ്പ് പഠിക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സോടുകൂടി ആ പാട്ട് യാമി യാമി എന്നുള്ള പാട്ട് തീർക്കാൻ പോകണം നമ്മൾ. അപ്പം നമുക്കത് പഠിച്ചെടുക്കാം അല്ലേ. നമസ്കരിക്കാം, നമുക്ക് വീട്ടിലെടുക്കാം. പക്ഷേ ആ സ്റ്റെപ്പ് പറഞ്ഞു തരാം. നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്, നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പം അത് 1 2 3 4, അതായത് 1 2 3 4 കണ്ടോ. വലതുകാലം വെച്ചു, ഇടതുകാലം പുറകെ തന്നെ, വീണ്ടും വലതുകാലം ഇടതുകാലം. അപ്പം 1 2 3 4 5 ഇത്രയും ചെയ്യും നിങ്ങൾ. 1 2 3 4 മനസ്സിലായി. ഒന്നുകൂടെ ഒരേ സൈഡ് തന്നെയാണ്. 1 2 3 4 5 വേണ്ട, 5 അടുത്ത സ്റ്റെപ്പാണ് 5. ശരി, പറഞ്ഞുതരാം, ബാക്കി പറഞ്ഞുതരാം. മനസ്സിലായില്ല? അത്ര സ്റ്റെപ്പ് മനസ്സിലായി. അതിൻ്റെ കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അതായത് 1 2 3 4 5 6 7 8. അത് ഈസിയാണ്. ഒന്ന് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. അത്രേ ഉള്ളൂ. ഇനി അതിന്റെ കൈ കൂടെ നമുക്ക് എടുക്കാം. എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഈസിയാണ് നിൽക്കുക. 1 2 3 4 5 6 7 8. നേരത്തെ ഇതൊക്കെ വേണമെങ്കിൽ ഇട്ടേക്കാം. ഒന്ന് ചെയ്യാം. 1 2 3 4 5 6 7 8. നന്നായിട്ട് മനസ്സിലായില്ലേ? സംശയം ഉണ്ടോ? ഒന്ന് ചെയ്യാം. 1 2 3 4 5 6 7 8. അതാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് പുറത്തോട്ട് തിരിഞ്ഞാണ്. ഫസ്റ്റ് പുറത്തോട്ട് തിരിഞ്ഞാണ്, രണ്ടാമത്. അപ്പൊ പുറത്തോട്ട് തിരിഞ്ഞേക്കാം. റൗണ്ട് കറക്റ്റ് ആയില്ല, ഇങ്ങോട്ട് വരണം. ഇതിപ്പോ ലൈൻ ആയിപ്പോയി. നമ്മള് കുറച്ച് ആളുകൾ കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് ചെയ്യാം. റെഡി? ചെയ്തത്. 1 2 3 4 5 7 8. ഒന്നുകൂടെ 1 2 ഇങ്ങോട്ടാണ്. 3 ഇവിടെ കൊണ്ടണം. 5 6 7 8. ഇനി ഇത് തന്നെ നമ്മൾ അകത്തോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വീണ്ടും 1 2 3 4 5 6 7 8. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? പ്രാവശ്യം ചേർത്ത് നിർത്താതെ ചെയ്യാം. തിരിഞ്ഞോളൂ. റൗണ്ടാണെന്ന് നോക്കട്ടെ. കുറച്ച് ദൂരം നിന്നോളൂ, അല്ലെങ്കിൽ ആരെയും കാണില്ല. റെഡിയാണല്ലോ? ചെയ്യാം. 1 2 3 4 ഇങ്ങോട്ടാണ്. ഇങ്ങോട്ടെ 5 6 7. അങ്ങോട്ടാണ്. 1 2 3 4 5 6 7 8. 5 6 7 8. ചേർത്ത് തന്നെ വെക്കണം. ഒന്നുകൂടെ. എപ്പോഴും നമ്മൾ ആദ്യം വലത് കൈ കാലെടുക്കുന്നു, ഇടത് സൈഡിലോട്ട്. മനസ്സിലായില്ലേ? അത് ഓർത്താൽ മതി. ഒന്നുകൂടെ ചെയ്യാം. പുറത്തോട്ടാണ്. റെഡി? 1 2 ഇങ്ങോട്ടാണ്. 3 4 ഇങ്ങോട്ട് ചേർക്കണം. 5 6 7. അതുപോലെ തന്നെ ഔട്ട്. 1 2 3 4 5 6 7 8. മനസ്സിലായോ? കാലെപ്പോഴും ഇങ്ങനെ വെക്കരുത്. നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അങ്ങനെ 5 6 7 8. സംശയമില്ലല്ലോ? നന്നായിട്ട് മനസ്സിലായി അല്ലേ എല്ലാവർക്കും? ഓക്കെ. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. നമ്മൾ അതും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് ക്രോസ് ചെയ്ത് പോവാണ്. അവിടെ തന്നെ നിന്നോളൂ, കാണിച്ചു തരാം. അല്ലെ കുട്ടി കൊണ്ട് വരും. അപ്പൊ നോക്കി വന്നിട്ടതാ. 1 2 3 4 തിരിച്ചോട്ട് 5 6 7. കണ്ടോ? ഒന്നുകൂടെ നോക്കൂ. 1 2 3 4 5 6 7. സ്റ്റെപ്പ് ഒന്നുമില്ല. നമ്മുടെ 1 2 3 4 അവിടെ ചവിട്ടി 5. നമ്മൾ നടന്നു 6 7. വെറുതെ നടന്നു വരണ്ടല്ലോ. പ്രത്യേകിച്ചൊരു ചുവട് വയ്പ്പൊന്നും പറയാൻ നോക്കില്ല. അത് നോക്കാം. നമുക്ക് ചെയ്തോളൂ.
1 2 3 4 5 6 7 8. അതുപോലെ തിരിച്ച് ഞാൻ അങ്ങോട്ട് പോകും, അങ്ങോട്ട് തിരിച്ച് തമ്മിൽ ചെയ്തു. 1 2 3 4 5 6 7 8. ഇത്രയേ ഉള്ളൂ. മനസ്സിലായിരുന്നോ? ശരി, നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. പൊക്കോളും കൊണ്ട് തിരിച്ചു വരണേ. അവിടെ 1 2 3 4 5 6 7. തിരിച്ചറിഞ്ഞ് 1 2 3 4 5 6 7 8. ഇപ്പൊ നമ്മൾ പാടി വരുമ്പോൾ ഇത് ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടായിരിക്കും ചെയ്യേണ്ടത്. ഇനി തൊട്ടടുത്തത് ഇതിനേക്കാളും കുറച്ചുകൂടെ ഫാസ്റ്റ്. അപ്പൊ 1 2 1 2 1 2 ചവിട്ടി ചവിട്ടി ഇടുന്നു. കണ്ടാ 1 2 ഒരേ കാര്യത്തിൽ രണ്ടെണ്ണം. 1 2 1 2 1 2 1 2. തിരിച്ചതിന് 1 2 1 2 1 2 1 2. കാല് കാണാനല്ലേ? കാല് കാണുന്നതിൽ വീണ്ടും പരാതി വന്നു. അപ്പൊ 1 2 1 2 1 2 1 2 1 2 1 2. എങ്ങനാമോ ശരി, ചെയ്യാം. അതാണ് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. മനസ്സിലായ? അപ്പൊ ഇത് വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. നമുക്ക് കൈ സെയിം കൈ തന്നെയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ചെയ്യാം. റെഡി? 1 2 ചേർന്നോളൂ. 1 2 ചേർന്നോട്ടെ. 1 2 1 2 1 2. ഒന്നും കൂടി ചെയ്യാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഇത്രയേ ഉള്ളൂ. അടുത്തത് പറഞ്ഞുതരാം. 1 2 1 2 1 2 3 1 2 1 2 1 2 3. ഇത്രയുള്ള സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. 1 2 1 2 1 2 3 1 2 1 2 1 2 3. സമത്തിൽ വെച്ചോക്കാം. ഇങ്ങനെ വെക്കേണ്ട സമത്തിൽ വെച്ചാൽ. ഇനി ഇതിനെ കൈ വളരെ ഈസിയാണ്. കൈ ഇതാ കണ്ട 1 2 1 2 1 2 3. അപ്പൊ നമുക്ക് കൈ അടിച്ചു പോവാം. അതിന് കുറച്ചുകൂടെ ഭംഗി അല്ലേ? അപ്പൊ 1 2 1 2 1 2 3 1 2 1 2 1 2 3. നമുക്ക് തിരിച്ച് അതുപോലെ ചെയ്യാം. 1 2 1 2 1 2 3 1 2 1 2 1 2 3. ഇത്രയേ ഉള്ളൂ. പാടുമ്പോ ചിലപ്പോ 1 2 ഒക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? ഒന്നുമില്ല ചെയ്യാൻ. ഇതിലുള്ള 1 2 1 2 1 2 3 1 2 1 2 1 2 3. കൈ അടിക്കുമ്പോ 1 2 1 2 1 2 3 1 2 1 2 1 2 3. ഇത്രയുള്ളൂ. നമുക്കിനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് ബാക്കി. അതുകൂടെ നമുക്ക് നോക്കാം. ആലകമ്പടികളോടും മേളവാദ്യ ഘോഷ. ഇങ്ങോട്ടാണ് ഒന്നുകൂടെ തിരിച്ച് ഇങ്ങോട്ടാണ് കേട്ടോ. ഒന്നുകൂടെ ചെയ്യാം. റെഡി? ആലകമ്പടികളോടും മേളവാദ്യ ഘോഷ. ആലകമ്പടികളോടും മേളവാദ്യ ഘോഷത്തോടും ആലകമ്പടികളോടും മേളവാദ്യ ഘോഷത്തോടും ആലകമ്പടികളോടും മേളവാദ്യ ഘോഷത്തോടും ആലകമ്പടികളോടും മേളവാദ്യ ഘോഷത്തോടും ആലകമ്പടികളോടും മേളവാദ്യ ഘോഷത്തോടും. ഇത്ര നന്നായിട്ട് മനസ്സിലായില്ലേ? അടുത്തല്ലേ നമുക്ക് പാടാം. മനസ്സിലായില്ലേ? സംശയമുണ്ടോ? കുഴപ്പമില്ല, അത് ചെയ്യാം. ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഈ യാമി യാമി എന്നുള്ള ആ പദം തീർന്നു. തീരണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഇത് നമ്മള് ഓരോ പദങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആർക്കും ഒരു സംശയം വന്നു, പദത്തിന്റെ ഷോർട്സിൽ ഇടാൻ പാടില്ലേ ചോദിച്ചു. നമുക്ക് അങ്ങനെ പറ്റില്ല. കാരണം നമ്മൾ ഷോർട്സ് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് ഫുൾ വീഡിയോ കാണിക്കാം. വീഡിയോസ് എടുത്തിട്ട് പിന്നെ ഷോർട്സ് ഇടാൻ പാടില്ല എന്നാണ് യൂട്യൂബിൻ്റെ എന്നാണ് എൻ്റെ അറിവിൽ.
അതുകൊണ്ടാണ് നമ്മൾ വേറെ വേറെ പുതിയ പുതിയ സ്റ്റെപ്സ് പഠിക്കാനുള്ള സ്റ്റെപ്സ് തന്നെ വീണ്ടും ഇടുന്നത്. സിമ്പിൾ സ്റ്റെപ്സ് ആണ് നമ്മൾ ഷോർട്സിന് ഇടുന്നത്. ഷോർട്സ് എല്ലാവരും കാണണം, കാരണം സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഷോർട്സ് ഇടുന്നത്. അത് ഇവർ പഠിച്ചു വരുന്ന സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദിക്കുക. നമ്മൾ വീണ്ടും ഇത് തന്നെ നമുക്ക് ഇട്ട് തരാം, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. തിരുവനന്തപുരത്തിലെ കണ്ടു കാണുമല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും തിരുവനന്തപുരം കണ്ടതിന് നന്ദി, നമസ്കാരം.